ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ഫാൻസ് എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതായിരുന്നു PSG വേഴ്സസ് ബയൺ മുൻഷൻ, അതായത് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ്. രണ്ട് ടീമിനും ഒരു പേടിയില്ല. ഓക്കെ, ഒരു പേടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. രണ്ട് ടീമും ഒരേപോലെ റിസ്ക് എടുക്കാൻ റെഡി. എല്ലാ പ്ലേയേഴ്സിനെയും അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് ആണ് പറഞ്ഞയച്ചുക. നിങ്ങൾ ഗോൾ അടിച്ച് വരി, നമുക്ക് അങ്ങനെ ജയിക്കുക. ഒരു 5 അടിച്ചാൽ നമുക്ക് 6 അടിക്കുക. അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഒരു 4 അടിച്ചാൽ ഞങ്ങൾ 5 അടിച്ച് ജയിക്കും. കളിയിൽ 9 ഗോളാണ് വന്നത്. PSG 5-4 ജയിച്ചത്. കണ്ടിട്ട് കിളി പോയി. 58-ാം മിനിറ്റിൽ ഡെംബലെ PSG-യുടെ 5th ഗോൾ അടിച്ച് കളിയിൽ 5-2 എന്നുള്ള ഒരു സ്കോർ ലൈനൊക്കെ ആക്കിയപ്പോൾ ഇന്റെ മൈൻഡിൽ ആദ്യം വന്ന ഒരു സംഭവം എന്താണെന്നറിയോ? ഈ മാച്ചിന് തൊട്ട് മുന്നേ ബുണ്ടസ് ലീഗിൽ ബയൺ കളിച്ചൊരു മാച്ചാ. മെയിൻസിനെതിരെ 3-0 പിറകു പോയതിനു ശേഷം കളി കഴിയാൻ നേരത്ത് ബയൺ 4-3 ജയിച്ചു. അതേപോലെ ഒരു കംബാക്ക് ഞാൻ അങ്ങനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊരു സംഭവം എക്സ്പെക്ട് ചെയ്തു. ആൻഡ് അതന്നെ നടന്നിട്ടോ. മെയിൻസിനെ പോലെ അല്ലല്ലോ PSG, എങ്കിൽ പോലും ഇവർ 2 അടിച്ച് ഫൈനൽ സ്കോർ 5-4 എത്തിച്ചു. ഓക്കെ, സെക്കൻഡ് ലെഗിൽ ഞങ്ങളെ കൊണ്ട് പിടിക്കാൻ കഴിയുന്നുള്ള ഒരു ലെവലിൽ എത്തിച്ചിട്ടാ കളി നിർത്തിയത്. മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിൽ എന്തോ ആയിട്ട് പാച്ചോ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തിയതാ. അതും കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 5-5. രണ്ട് ടീമിന്റെയും ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും എക്സ്പെഷ്യലി മിഡ്ഫീൽഡേഴ്സ് ആൻഡ് അറ്റാക്കേഴ്സ് ഈ ഗെയിം റൺ ചെയ്തു എന്ന് തന്നെ പറയട്ടോ. പക്ഷേ ഒരു പ്ലെയർ വാസ് ദ വേഴ്സ്റ്റ്, അല്ലെങ്കിൽ ആളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതായത് മാനുവൽ ന്യൂയർ. എന്തോന്നറിയില്ല, ആള് സേവ് ചെയ്യാത്തതോ അല്ലെങ്കിൽ 5 ഗോൾ കൺസീഡ് ചെയ്തതോ ഒന്നും അല്ല എൻ്റെ ഒരു പ്രശ്നം. ഒരു കാലത്ത് നമ്മൾ മിഡ്ഫീൽഡിൽ കളിപ്പിക്കാന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആൾ ടീമിന്റെ പൊസഷൻ കീപ്പ് ചെയ്യുന്നതിലും അതുപോലെ ബാക്കിൽ നിന്ന് പാസ് റിസീവ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. എന്തോ വയ്യാത്ത പോലെ പാസ്സൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. മാച്ചിലെ ഫസ്റ്റ് ഗോൾ ലൂയിസ് ദിയാസിനെ പാച്ചോ ഫൗൾ ചെയ്തിന് കിട്ടിയ പെനാൽറ്റി ഹാരി കെയ്ൻ ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യണോ. അതിനുശേഷം ഒലീസയും ഡെംബലെയും അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് അവർ സ്കോർ ചെയ്യേണ്ട ഒരു പൊസിഷനിൽ സ്കോർ ചെയ്യാതെ പോകുന്നു. പക്ഷേ ഡെംബലെ മിസ്സാക്കി അടുത്ത മിനിറ്റില് കൊറഡോണക്കും ആ ഒരു സിമിലർ പൊസിഷനിൽ സിമിലർ ചാൻസ് കിട്ടുകയാണ്. ബട്ട് ആള് സ്കോർ ചെയ്തു. ന്യൂയറിനെ ചുറ്റും കേൾ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഫിനിഷ്. ബയേണിന്റെ അടുത്ത ചാൻസ് എഗെയിൻ ഒലീസെ ന്യൂനോ മെൻഡസിനെയും അവിടെയുള്ള ബാക്കി PSG ഡിഫൻസിനെയൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു PSG ഓൺ ഗോൾ ആൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ PSG രക്ഷപ്പെട്ടു. ആൻഡ് അപ്പുറത്ത് അറ്റാക്ക് ഇതൊക്കെ ഒരൊറ്റ മിനിറ്റിലാണ് നടക്കേണ്ടത്. 31-ാം മിനിറ്റിൽ ദസീർ ദുയെ 4-5 ബയൺ പ്ലേയേഴ്സിനൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഒരു ഷോട്ട് എടുത്തു, പോസ്റ്റിൽ തട്ടിപ്പോയി. ആൻഡ് PSG-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ. ആൻഡ് ആ ഒരു കോർണറിൽ ജാവോ നെവസ് ഹെഡ് ചെയ്തിട്ട് എന്താ പറയാ, PSG ലീഡ് എടുത്തു. കളി ഇപ്പൊ 2-1. ആ ലീഡിന് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 2 ചാൻസ് മിസ്സാക്കിയ ഒരു കലിപ്പിൽ നിൽക്കുകയാണ് ഒലീസെ. ചെക്കൻ സെന്ററിന്ന് പന്തെടുത്ത് വന്ന് നേരെ പോയി കണ്ട് ഗോൾ അടിച്ചു പോന്നു. ഈ ഒരു ഗോളിനെ പറ്റി ഞാൻ കുറെ പുകഴ്ത്തി പറയാത്ത എന്താണെന്നറിയോ? ഒലീസയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ്. അവന്റെ നോൺസ്ലാൻ സംഭവം മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമ്മളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓൾറെഡി ഫസ്റ്റ് ഹാഫിൽ 4 ഗോളൊക്കെ ആയല്ലോ. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഓക്കെ ഇനി സെക്കൻഡ് ഹാഫിലാവും കാര്യങ്ങൾ സംഭവിക്കാന്ന്. നോ, 45-ാം മിനിറ്റിൽ ഡേവീസിനെതിരെ ഒരു പെനാൾട്ടി അപ്പീൽ. റഫറി വാറൊക്കെ ചെക്ക് ചെയ്യണു, പെനാൾട്ടി കൊടുക്കണു. ഡെംബലെ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യണു. ബയണിനെ സംബന്ധിച്ച് ഓരോ കഴിഞ്ഞ റയൽ മാഡ്രിഡിനെതിരെയുള്ള മാച്ച് പോലെ തന്നെ 3-2 ഫസ്റ്റ് ഹാഫ് എൻ്റെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങി 50-ാം മിനിറ്റിലൊക്കെ ആയിട്ട് PSG-യുടെ മറ്റൊരു പെനാൾട്ടി അപ്പീൽ റഫറി റിജക്ട് ചെയ്യണോ. 5 മിനിറ്റിന് ശേഷം ഹക്കീമിയുടെ ഒരു കട്ട് ബാക്ക്, ഡെംബലെയും വേറൊരുത്തനും ബോളിന്റെ മേലെ കൂടെ ഒക്കെ ചാടി കൊടുക്കണോ. ഓടി വന്ന ക്വരഷ്കേലിയ ആളുടെ സെക്കൻഡ് ഗോൾ ഫൈൻഡ് ചെയ്യണോ. ഇതൊക്കെ ക്വരഷ്കേലിയ ബാക്കിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇവർ ചാടി മറിഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ ഒരു കെമിസ്ട്രി കാണുമ്പോൾ. ഈ ഒരു ഗോളിന്റെ സെലിബ്രേഷൻ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു വരുന്നുള്ളൂ. അപ്പോത്തിന് ഡെംബലേക്ക് പിന്നെ ബയണിന്റെ ബോക്സിൽ നിന്ന് ബോൾ കിട്ടുകയാണ്. ഇൻസൈഡിക്ക് കട്ട് ചെയ്യണോ. പക്ഷേ നിയർ പോസ്റ്റിക്ക് ഉപ്പമെക്കാനോന്റെ കാലിന്റെ അടിയിൽ കൂടെ അടിച്ച് പോസ്റ്റുമ തട്ടിയിട്ടൊക്കെ ഉള്ളിൽ കയറണം. ന്യൂയറിനൊന്നും ഒന്നും ചെയ്യാൻ വയ്യ. അങ്ങനത്തെ ഒരു ഗോള്, അതായത് 5 കളി PSG മൊത്തത്തിൽ കൊണ്ടുപോയി എന്ന് നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് കിമ്മിച്ചിന്റെ ഒരു സെറ്റ് പീസ് ആൻഡ് ഉപ്പമക്കാനോ ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യണോ. ആൻഡ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡിഫെൻഡിങ് ബൈ PSG പ്ലേയേഴ്സ്. ലൈക്ക് സീരിയസ്ലി അത്രക്ക് സിമ്പിൾ ആയിട്ടൊന്നും ഒരു ടീമിനെ ഗോൾ അടിപ്പിക്കാൻ വിടരുത്. ഈ ഒരു മാച്ചിനെ പറ്റി എല്ലാവരും ഹൈ സ്കോറിങ് ആയതുകൊണ്ട് എന്റർടൈനിങ്, അബ്സല്യൂട്ട് സിനിമ തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയാ. പക്ഷെ ഈ മാച്ചിലെ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞാൽ അത്ര മെച്ചൊന്നുമില്ല.
ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അറ്റാക്കിങ് മാത്രമല്ലല്ലോ, രണ്ടുണ്ടെങ്കിലല്ലേ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള മെനുള്ളൂ. എല്ലാ മാച്ചും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ മാച്ചിന് ഒരു രസം ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഡിഫെൻഡിങ്ങും കുറച്ചൊക്കെ വേണം. സംഭവം 5 ഗോൾ അടിച്ചതിന് ശേഷം മൊത്തത്തിൽ PSG ഒന്ന് കളി സ്ലോ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡിഫെൻസീവ്ലി ഒരിട്ട ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഓർഗനൈസിങ്ങോ അത് മൊത്തത്തിൽ അങ്ങോട്ട് റെഡി ആയില്ല. അതുകൊണ്ടാണ് ഹാരി കെയിൻ്റെ ഒരൊറ്റ ഹൈ ബോളിൽ ഡിയാസ് ബോൾ കൺട്രോൾ ചെയ്ത് 10 സെക്കൻഡൊക്കെ എടുത്ത് ആക്കം പോലെ മർക്കീഞ്ഞോസിനെ ബീറ്റ് ചെയ്ത് കടിച്ചത്. അവിടെ ഒന്നും പ്ലേയേഴ്സ് ഇല്ല. നിങ്ങൾക്ക് 5 ഗോളിന്റെ ലീഡ് ഇല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് അപ്പുറത്തെ ഹാഫിൽ പോയി നിൽക്കേണ്ട എല്ലാവരും? ദിയാഷ് പിന്നെ നോൺ ഷെലാൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഗോളിനെ പറ്റിയിട്ട് കുറേ നല്ല കാര്യങ്ങൾ പറയട്ടോ. ആള് ആ ഒരു ബോൾ റിസീവ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് ടച്ച് ആയാലും മാർക്കിനോസിന്റെ മുന്നിൽ ഇങ്ങനെ കമ്പോസ്ഡ് ആയിട്ട് ആള് സമയം എടുത്തിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ടെൻഷനൊന്നും ആയില്ല. മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിട്ട് ബയണിന് 2 കോർണർ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും വളരെ ഡേഞ്ചറസ് ആയിട്ട് തന്നെ അവര് എക്സിക്യൂട്ടും ചെയ്തതാ. ആൻഡ് ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഫ്രം പാച്ചോ, അതില്ലെങ്കിൽ ഈ ഒരു മാച്ച് 5-5 ആയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തരുന്ന ഒരു മാച്ചാണ്. ഓക്കെ, ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാവോ, ഇതുപോലൊരു സ്കോർ ലൈൻ ഉണ്ടാവോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എത്രത്തോളം ഞാനിത് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഒരു PSG സപ്പോർട്ടർ ആയിട്ട് അല്ലെങ്കിൽ PSG പ്ലേയേഴ്സ് ലൂയിസ് എൻട്രീക്കെ അവരുടെയൊക്കെ ഒരു POV എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എസ്പെഷ്യലി ആ ഒരു 5ാമത്തെ ഗോളൊക്കെ അടിച്ചതിന് ശേഷം അവരുടെ ഗെയിം മാനേജ്മെന്റ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ലെഗിൽ തന്നെ അവർക്ക് ഈ സെമി ഫൈനൽ അങ്ങോട്ട് അടച്ചു പൂട്ടാമായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റുമോ? 5-4 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1-0 ഒരൊറ്റ ഗോളിന്റെ ലീഡ് ഓർക്കുള്ളൂ. ഇനി അങ്ങോട്ട് അലയൻസ് അരീനയ്ക്ക് പോകുമ്പോൾ 4 ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ടെങ്കിലും PSG ഗോൾ കീപ്പർ ആൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഇൻസ്റ്റൻസിൽ ആൾ കാണിച്ച ധൈര്യം കുറച്ച് വലുതാന്ന് തന്നെ പറയാം. അതുപോലെ ലൂയിസ് ഡിയാഷ്, സംഭവം ഒലീസെ ആൻഡ് കെയ്ൻ അവരുടെ പെർഫോമൻസിന്റെ ഇടയിൽ ഇത് ആളുകൾ മറക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആള് ഗോൾ അടിച്ചതും അറ്റാക്കിൽ നടത്തിയ കോൺട്രിബ്യൂഷൻസും മാത്രമല്ല, ആള് ഡിഫെൻസീവിലും ടീമിന് ഇഷ്ടം പോലെ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ ഫുൾ മിനിറ്റ്സ് ആൾ കളിച്ചതാ. ആ ഫുൾ മിനിറ്റ്സിലും ഇയാൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കെയ്ൻ, ഒലീസെ ഒരു നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താ അടുത്ത ലെഗിൽ കാണാം. ഓക്കെ, അടുത്ത ലെഗിലും ഇതുപോലത്തെ ഒരു സംഭവം തന്നെ ആവും നമ്മൾ കാണാനുണ്ടാവുക. കാരണം ഈ 2 കോച്ചസിനും കളി സേഫ് ആക്കാനുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഓരോ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ. പിന്നുള്ളത് എന്താ, അടുത്ത സെമി ഫൈനൽ. അതിനാണ് ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്ലറ്റിക്കോ വേഴ്സസ് ആഴ്സണൽ. എല്ലാവരും പറഞ്ഞത് എന്താ, നമ്മൾ ഇന്ന് കണ്ടതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആവും, ഹറാം ബോൾ ആവും എന്നൊക്കെ അല്ലേ. നോ. ഓക്കെ, അത്ലറ്റിക്കോ ഗോൾ അടിച്ചിരിക്കും, അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിച്ചിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നുണ്ട്. ആഴ്സണലിന്റെ UCL ഡ്രീംസ് ഇറ്റ് ഈസ് ഓവർ. ഓരോ പ്രീമിയർ ലീഗ് ഡ്രീം ഓവർ ആവണ പോലെ. വേറെ ഇപ്പം എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? സുഖാണെന്ന് തന്നെ വിശ്വസിക്കണു. എനിക്കും നല്ല സുഖമാണ്. ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ബൈ ബൈ.